ഓം ചണ്ഡാകാരം പുരവശേനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനീനം യോഗ്യധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവ്യകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ഭഗവത്ഗീതയില് മായാഗുണ വിശകലനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നിർഗുണജ്ഞാനിയുടെ ശ്രദ്ധ പരമാത്മാവിലായിരിക്കും. കൃത്യവും നിർഗുണജ്ഞാനിയുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും പരമാത്മാ ജ്ഞാനിയിലും ആത്മാ സാക്ഷാത്കാരത്തിലുമായിരിക്കും. പൃഥുവും പരമശുദ്ധവുമാണ് സാത്വികന്റെ ഭക്ഷണം. പഥ്യജന്യവും പരിശുദ്ധവുമായ സാത്വികന്റെ ഭക്ഷണം അവനെ യോഗിയാണ്. ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെടുന്നവരാണ് രാജസഭക്ഷണം കഴിക്കുന്നവർ. ആർത്തി വർദ്ധിപ്പിക്കുന്നതും അശുചിയുമാണ് താമസ ഭക്ഷണം കഴിക്കുന്നവരുടെ ലക്ഷണം. ആത്മസുഖമാണ് സാത്വിക സുഖം. ജഡവിഷയ സുഖമാണ് രാജസം. ദൈന്യമായ മോഹസുഖമാണ് താമസ സുഖം. ബ്രഹ്മസുഖമാണ് നിർഗുണ സുഖം എന്ന് പറയുന്നത്. ദ്രവ്യം, ദേശം, ഫലം, കാലം, ജ്ഞാനം, കർമ്മം, കർത്താവ്, ശ്രദ്ധ, അവസ്ഥ, ആകൃതി എന്നിവയെല്ലാം ത്രിഗുണങ്ങളെ ആശ്രയിക്കുന്നവയാണ്. എല്ലാ ജഗൽഭാവങ്ങളും പുരുഷനെയും പ്രകൃതിയെയും ആശ്രയിക്കുന്ന ത്രിഗുണങ്ങളുടെ പ്രകട രൂപമാണ് ഇത്രയും നേരം വിശദീകരിച്ചത്. ഇനി കാണപ്പെടുന്നവയോ കേൾക്കപ്പെടുന്നവയോ ധ്യാനിക്കപ്പെടുന്നവയോ ആയ എല്ലാം തന്നെ ഈ ഗുണഭേദങ്ങൾ അനുസരിച്ചുകൊണ്ടാണ്, അഥവാ ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ ജീവന്റെ സംസാര ബന്ധം എന്ന് പറയുന്നത്. ജീവൻ മനോഭാവങ്ങളായിരിക്കുന്ന ഈ ഗുണങ്ങളെ ജയിച്ച് ഗുണാതീതനായി തീരണം. ഭക്തിയോഗത്തെ പിന്തുടർന്ന് ആത്മനിഷ്ഠനായി തീരണം. അങ്ങനെ അയാൾ ക്രമേണ ബ്രഹ്മപ്രാപ്തി കൈവരും. മനുഷ്യദേഹം ജ്ഞാനവിജ്ഞാനങ്ങൾ നേടാൻ കരുത്തുള്ള ഉപകരണം ആണ്. അതുകൊണ്ട് ആത്മാർത്ഥതയുള്ള സത്വാന്വേഷികൾ ഗുണസംഘം വെടിഞ്ഞ് സർവം ബ്രഹ്മമയം എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഒരിക്കലും വിട്ടുപോകാത്ത ജിതേന്ദ്രനായിട്ട് ബ്രഹ്മഭാവം ഓർമ്മിച്ച് ഉറപ്പിക്കേണ്ടതാണ്. മുനി സത്വഗുണം വളർത്തി രജതമോ ഗുണങ്ങളെ പുറന്തള്ളണം. ഒടുവിൽ നിരപേക്ഷനായിട്ട് സത്വഗുണത്തെയും ഒഴിച്ചു മാറ്റണം. അങ്ങനെ ആയാൽ ജീവത്വം വെടിഞ്ഞ് ബ്രഹ്മഭാവം കൈക്കൊണ്ടുകൊള്ളും. ജീവൻ മനോജന്യങ്ങളായിരിക്കുന്ന മായാഗുണങ്ങളെ കൈവിട്ട് ജീവഭാവത്തിൽ നിന്നും മുക്തനായി തീരും. അകമെന്നോ പുറമെന്നോ ഭേദമില്ലാതെ ബ്രഹ്മഭാവത്തിൽ പൂർണ്ണനായി വർത്തിക്കും. ഇതാണ് ഗുണാതീത കൈവല്യഭാവം എന്ന് പറയുന്നത്. ഇതേ മായാഗുണ വിശകലനം ഗുണത്രയ വിഭാഗയോഗം എന്ന് പറയുന്നുണ്ട്. ഭഗവത്ഗീതയില് 14-ാം അധ്യായം വിശദീകരിക്കുന്നുണ്ട്. ഗുണത്രയ വിഭാഗയോഗം എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കുറച്ചുകൂടെ സ്പഷ്ടമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഏത് സ്വഭാവത്തിൽ ഏത് ഗുണത്താലുള്ള ആളാണ് ഈ ജന്മത്തിൽ ജനിച്ചിരിക്കുന്നത്, നമ്മളിൽ ഏത് ഗുണമാണ് പ്രബലത എന്ന് നമ്മൾ സ്വയം കണ്ടെത്തണം. ചിലർക്ക് തമോ ഗുണമായിരിക്കും പ്രബലത, മറ്റു ഗുണങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ചിലർക്ക് രജോ ഗുണമായിരിക്കും പ്രബലത, ബാക്കി 2 ഗുണങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ചിലർക്ക് സാത്വിക ഗുണമായിരിക്കും പ്രബലത, അവര് മറ്റു ഗുണങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. യഥാർത്ഥത്തിൽ തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ടും രജോ ഗുണത്തെ സത്വഗുണം കൊണ്ടും സത്വഗുണത്തെ ബ്രഹ്മജ്ഞാനം കൊണ്ടും നാം അതിജീവിക്കണം. ഗുണാതീത ഭാവത്തിൽ എത്തുമ്പോഴാണ് ബ്രഹ്മപ്രാപ്തിക്ക് അഥവാ ബ്രഹ്മസാക്ഷാത്കാരത്തിന് അഥവാ ആത്മസാക്ഷാത്കാരം അഥവാ ഈശ്വര സാക്ഷാത്കാരം എന്ന പദത്തിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. ഗുണാതീത ഭാവത്തിലേക്ക് എത്താൻ ഈ ഗുണങ്ങളാണ് നമ്മളെ മായയായിട്ട് മൂലപ്രകൃതിയായിട്ട് ഈ ബന്ധനത്തിൽ സംസാര ബന്ധനം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിനെ ജയിക്കാനാണ് ഭക്തിയോഗത്തെയും കർമ്മയോഗത്തെയും യുക്തിസഹജമായിട്ട് വിചാരം ചെയ്ത് അവരവർക്ക് സ്വഭാവം അനുസരിച്ചുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ പോലും ഗുണാതീതനായിക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോഴാണ് സാക്ഷാത്കാരം സാധ്യമാകുന്നത്. ഇത് ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ നേടേണ്ട ഒരവസ്ഥയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഗുണത്രയ വിഭാഗയോഗം ഭഗവാൻ അവസാനിപ്പിക്കുന്നത്. ഇനി അയളഗീത എന്ന് പറയുന്ന അധ്യായമാണ് 26-ാമത്തെ അധ്യായം.
ഭഗവാൻ തുടർന്നും ഉദ്ധവരോട് പറയാൻ തുടങ്ങി, ഈ ഉദ്ധവരെ, ബോധരൂപമായിരിക്കുന്ന ബ്രഹ്മതത്വം വ്യക്തമായി പ്രകടമായി കൊണ്ടിരിക്കുന്ന ഇടമാണ് മനുഷ്യ ശരീരം. അതായത് ഈശ്വരന്റെ ശക്തി പൂർണ്ണമായിട്ടും വ്യക്തമായിട്ട് പ്രകടമാകുന്ന ഒരേ ഒരു ജീവിയുടെ ശരീരമാണ് മനുഷ്യ ശരീരം. അങ്ങനെയുള്ള മനുഷ്യദേഹം കിട്ടിക്കഴിഞ്ഞാൽ ഒരുവൻ ആ ബ്രഹ്മതത്വത്തെ പൂർണ്ണമായി അന്വേഷിച്ച് അറിയേണ്ടതാണ്. ഇത് മനുഷ്യജന്മത്തിൽ മാത്രമേ സാധ്യമാകൂ. ഇടതടവില്ലാതെ ശുദ്ധാനന്ദമാണ് ആനന്ദമയമാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. അവനവനിൽ തന്നെയുള്ള ഞാൻ എന്ന ആത്മപ്രകാശത്തെ രാഗദ്വേഷ മറ മാറ്റി തെളിച്ച് അനുഭവിക്കണമെങ്കിൽ ആർക്കും ആനന്ദമാത്രമായിരിക്കുന്ന ഈ പരമാത്മാസ്ഥിതി മാറി മാറി തെളിഞ്ഞു കിട്ടുന്നതാണ്. ജീവാത്മാവ് മായാഗുണബദ്ധനാണ്, സർവം ബ്രഹ്മമയം എന്ന ജ്ഞാനനിഷ്ഠ കൊണ്ട് ഈ ഗുണബന്ധത്തിൽ നിന്നും മോചിക്കാം. ഇല്ലാതെ ഉണ്ടെന്ന് തോന്നുന്ന ഇന്ദ്രജാല സദൃശ്യമായ ഗുണങ്ങളാൽ ബദ്ധനായി തീരുന്നില്ല. ലൈംഗിക ബന്ധം പോലുള്ള ലോകഭോഗങ്ങളിൽ മുഴുകിക്കഴിയുന്ന അസജ്ജനങ്ങളുമായിട്ട് കൂട്ടുകൂടൽ, അതായത് ഭൗതിക വിഷയങ്ങളിൽ ലഭിച്ചു കഴിയുന്നവരുമായിട്ട് സംഘം ഉണ്ടാക്കിയാൽ നമുക്കും സംഘദോഷം ബാധിക്കും, ഇല്ലെങ്കിൽ സമ്പർക്കദോഷം ബാധിക്കും. അതുകൊണ്ട് യോഗിയാകാൻ ഇച്ഛിക്കുന്നവർ അഥവാ ആത്മസാക്ഷാത്കാരത്തിനായിക്കൊണ്ട് ശ്രമിക്കുന്നവർ ഈ ഭൗതിക സുഖഭോഗങ്ങളിൽ മുഴുകി കഴിയുന്നവരുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടാക്കരുത്, അഥവാ അവരുമായിട്ട് സംഘമുണ്ടാക്കരുത്. അഥവാ സംഘമുണ്ടാക്കിയാൽ, അങ്ങനെ കൂട്ടുകൂടിയാൽ അതിൻ്റെതായ സംഘദോഷവും സമ്പർക്കദോഷവും ഈശ്വര സാക്ഷാത്കാരം ശ്രമിക്കുന്ന യോഗിക്ക് വരെ ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള സൗഹൃദം മനുഷ്യനെ കൂരിരുട്ടിൽ അകപ്പെടുത്താൻ ഇടവരും. കുരുടന് പിന്നാലെ പോകുന്ന കുരുടന്റെ സ്ഥിതി അതുകൊണ്ട് വന്നു ചേരും. ഐളൻ എന്ന ചന്ദ്രവംശ ചക്രവർത്തി മഹാബദ്ധനായി കുറെ കാലം ഉർവശിയുടെ പിന്നാലെ ചുറ്റിക്കറങ്ങി. ബുദ്ധന് ഇളയിൽ ജനിച്ച ചക്രവർത്തിയാണ് ഐളൻ എന്ന് പറയുന്നത്. പുരൂരവസ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ഉർവശിയുടെ പിന്നാലെ നടന്ന് ശോകഭഗ്നനായിരിക്കുന്ന അദ്ദേഹത്തിന് ഒടുവിൽ ഈ ഭൗതിക ജീവിതത്തിൽ വിരക്തി തോന്നി. തന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ അപ്സരസിന്റെ പിന്നാലെ നഗ്നനായി ഒരു ഭ്രാന്തനെ പോലെ നിലവിളിച്ചുകൊണ്ട് രാജാവ് പറ്റിക്കൂടി. പ്രിയേ, ഘോരെ, നിൽക്കൂ എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ നിന്നില്ല. ഒരിക്കലും തൃപ്തി വരാത്ത നിസ്സാരങ്ങളായിരിക്കേണ്ട കാമങ്ങൾ അദ്ദേഹം വളരെ നാളെ അനുഭവിച്ചതാണ്. എന്നിട്ട് മതി വന്നില്ല. ഉർവശിയിൽ മോഹിച്ചു പോയ അദ്ദേഹത്തിന്റെ മനസ്സ് രാത്രികളും പകലുകളും കടന്നു പോയതേ അറിഞ്ഞില്ല. ഒടുവിൽ വിരക്തനായി ഇങ്ങനെ ഒരു ഗാനം ചെയ്തു. കഷ്ടം കഷ്ടം, കാമത്തിനടിമപ്പെട്ട് നീചരായി തീർന്ന എൻ്റെ മനസ്സ് മോഹവിസ്താരം എന്ത് പറയാൻ. ഉർവശിയുടെ ആലിംഗനത്തിൽ ലീനനായി തീർന്ന ഞാൻ ആയുസ്സിന്റെ കക്ഷങ്ങളായ ഈ രാവുകളും പകലുകളും പോയത് അറിഞ്ഞതേയില്ല. ഈ സ്വർവേശിയാൽ വഞ്ചിതനായി തീർന്ന ഞാൻ സൂര്യൻ അസ്തമിക്കുന്നതോ ഉദിക്കുന്നതോ അറിയാൻ ശക്തനായില്ല. കഷ്ടം. അങ്ങനെ വർഷങ്ങൾ അനേകം കടന്നു പോയി കഴിഞ്ഞു. എൻ്റെ ആത്മമോഹം എത്ര വലുതാണ്, ആത്മസമ്മോഹം എത്ര വലുതാണ്. ഞാൻ ഈ ദേഹത്തെ പൂർണ്ണമായിട്ട് സ്ത്രീകൾക്ക് അടിമപ്പെടും. നരദേവ ശിഖാമണിയായിരിക്കുന്ന ചക്രവർത്തി ഒരു സ്ത്രീയുടെ കളിപ്പാവയായി ചിരകാലം കഴിഞ്ഞുകൂടി. ഐശ്വര്യസമ്പത്തിനും പ്രജാനാഥനുമായിരിക്കുന്ന ചക്രവർത്തിയെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് ഒടുവിൽ ആ സ്ത്രീയും യാത്രയായി. ആ സ്ത്രീയുടെ പിന്നാലെ നഗ്നനായി ഭ്രാന്തനെ പോലെ ഞാനും പലായനം ചെയ്തു. എന്തൊരു കഷ്ടം! എൻ്റെ പ്രഭുത്വവും എൻ്റെ തേജസ്സും എൻ്റെ ഭരണസാമർഥ്യവും ഒക്കെ എവിടെ പോയാവും. ചവിട്ടേറ്റ കഴുതയെപ്പോലെ ഞാൻ സ്ത്രീയെ പിന്തുടരുകയല്ലേ ചെയ്തത്. സ്ത്രീയിൽ കാമാസക്തനാകുന്ന മനുഷ്യന് വിദ്യ കൊണ്ട് എന്ത് പ്രയോജനമാണ്? തപസ് കൊണ്ടോ പാണ്ഡിത്യം കൊണ്ടോ എന്ത് പ്രയോജനമാണ്? ഏകാന്തവാസം കൊണ്ടോ മൗനം കൊണ്ടോ എന്ത് പ്രയോജനം? ജീവിതത്തിൽ നേടേണ്ട സ്വാർത്ഥം എന്തെന്ന് എനിക്കറിയാൻ കഴിയാതെ പോയല്ലോ. അയ്യോ, കഷ്ടം കഷ്ടം! മൂർഖനും വെറുതെ പണ്ഡിതനെന്ന് അഭിമാനിക്കുന്നവനുമായിരിക്കുന്ന എന്നെ ഞാൻ തന്നെ നിന്ദിക്കുന്നു. ചക്രവർത്തിത്വം നേടിയിട്ടും ഞാൻ കാളയെയോ കഴുതയോ പോലെ സ്ത്രീകൾക്ക് അടിമയായി ഭവിച്ചു.
അനേക സംവത്സര ഉർവശിയുടെ അധരമധുരം നുകർന്നിട്ടും എൻ്റെ മനസ്സിന് തൃപ്തി വന്നില്ലല്ലോ. നെയ്യ് ഒഴിക്കുന്ന തീ പോലെ അത് വീണ്ടും വീണ്ടും കത്തിക്കാളുകയല്ലേ ചെയ്തത്. വേശ്യയാൽ അംഗീകരിക്കപ്പെട്ട ചിത്തത്തെ മോഹിപ്പിക്കാൻ മറ്റാർക്കും കഴിയും? ആത്മാരാമനായിരിക്കുന്ന ജഗദീശനല്ലാതെ ദേവി തന്നെ തിരിഞ്ഞ് നിന്ന് ബോധവാനാക്കാൻ നോക്കി നിർമ്മിതിയായിരിക്കുന്ന എൻ്റെ ചിത്തമോഹം എന്നിട്ട് ഉപശമിച്ചില്ല. അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ദേവി എങ്ങനെ കുറ്റക്കാരിയാകും? കയറിനെ സർപ്പമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഞാനല്ലേ കുറ്റക്കാരൻ? ഇത്തരത്തിൽ നമുക്കുണ്ടാകുന്ന ഗതിവിഗതികൾ, ജീവിതത്തിലുണ്ടാകുന്ന ഗതിവിധികൾ എപ്പോൾ നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് മാർഗ തടസ്സമാകുന്നു എന്ന് സ്വയം ബോധമുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ, ഏത് വിഷയത്തിലായാലും വിരക്തി ഉണ്ടാവുകയുള്ളൂ എന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര ഭക്തിമാർഗത്തിൽ പോയാലും വേണ്ടില്ല, ഈ ഭക്തിയുടെ പ്രഭാവത്തിൽ തന്നെ ചിലപ്പം ഈശ്വര സാന്നിധ്യത്തിലായിരിക്കും ഇങ്ങനെ പോയിട്ട് ഏതെങ്കിലും ക്ലേശങ്ങളിൽ, സംസാര ബന്ധനത്തിൽ പോയി പെടുക. അപ്പൊ അത് തിരിച്ചറിയില്ല. നിസ്സാരം ചിലര് പോയി പെടുന്ന അപ്പൊ ഗുരുവായൂരപ്പനെ കാണാൻ ക്ഷേത്ര ദർശനത്തിന് വരുമ്പോ ആയിരിക്കും അവിടെ വന്നിട്ട് ചില സ്ത്രീകളുമായിട്ടൊക്കെ വലയിൽപ്പെടും. എന്നിട്ട് അതിന്റെ പിന്നാലെ പരക്കം പറഞ്ഞ് ഗുരുവായൂരപ്പനെ പോലും മറക്കും, ദിവസങ്ങളോടും മറക്കും, വീടും മറക്കും, കുടിയും മറക്കും, കുടുംബവും മറക്കും. അങ്ങനെയൊക്കെ വശപ്പെട്ടു പോകുന്നവരുണ്ട്. ഇതൊക്കെ ഇന്നത്തെ കാലത്തും നമുക്ക് പ്രത്യക്ഷമായിട്ട്, പ്രത്യക്ഷ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഇന്നും പറയുന്ന ഈ സംസാര ബന്ധനം, ഈ സംഘദോഷവും സമ്പർക്കദോഷവും പെട്ട് കൂട്ടുകൂടി പലതരത്തിൽ സ്ത്രീകളായിട്ടുമില്ലേ മദ്യലഹരിപ്പെട്ടിട്ടും ഇങ്ങനെ ജീവിതം നശിപ്പിച്ചു കളയുന്നവരുണ്ട്. ഈ ഭാഗ്യവിഷയങ്ങളിൽ നിന്ന് വിരക്തി ഉണ്ടാകണമെങ്കിൽ ഇപ്പൊ ഈ ചക്രവർത്തിക്ക് ഉണ്ടായ പോലെ അനുഭവം ഉണ്ടായിട്ട് സ്വയം യുക്തി വിചാരം ചെയ്യുക. ഇപ്പൊ ഇവിടെ ഉർവശിയുടെ പിന്നാലെ നഗ്നനായി ഓടിയ ഭ്രാന്തനായിരിക്കുന്ന ഒരു ചക്രവർത്തിയുടെ യുക്തി വിചാരമാണ് ഇവിടെ ഹൈലഗീതയായിട്ട് പറയുന്നത്. അപ്പം ഈ ഒരുവന്റെ സംപ്രാന്തിയിൽ കയറിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? കയറിന്റെ സ്വരൂപം തിരിച്ചറിയാൻ കഴിയാതെ സർപ്പമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ ഇന്ദ്രിയങ്ങൾക്ക് അടിമയായി വർത്തിക്കുന്ന ഞാൻ തന്നെയാണ് ഈ കാര്യത്തിൽ കുറ്റക്കാരൻ എന്ന് സ്വയം രാജാവ് നിഗമനത്തിലെത്തി. ഇതാണ് യഥാർത്ഥത്തിൽ സ്വയം യുക്തിവിചാരം ചെയ്യണമെന്ന് ഭഗവാൻ ഗീതയിലും ഉത്തരഗീതയിലും ഒക്കെ ആവർത്തിച്ച് പറയുന്നത്. ദുർഗന്ധം വമിക്കുന്ന മല ഭാണ്ഡമായിരിക്കുന്ന ഈ ദേഹം എന്താണ്? അതായത് മാലിന്യകുമ്പാരമായിരിക്കുന്ന ദേഹം എന്ത് പ്രയോജനം? അതിൽ സൗഹൃദം തുടങ്ങിയ ഗുണങ്ങൾ എന്താണ്? ഒക്കെ അനന്തി ആരോപിക്കുന്ന ഭ്രമങ്ങളല്ലേ? ഈ ദേഹം ആരുടെ വകയാണ്? അതിനെ ജനിപ്പിച്ച അച്ഛനമ്മമാരുടെ വകയാണോ? അതിനെ അനുഭവിക്കുന്ന ഭാര്യയുടെ വകയാണോ? അതോ അതിനെ പോറ്റി വളർത്തുന്ന യജമാനന്റെ വകയാണോ? ഇനിയും ദേഹം അതിനെ ചുട്ടു ചാമ്പലാക്കുന്ന ദേഹിയുടെ വകയാണോ? അഥവാ ഭക്ഷണമാകുന്ന പട്ടിയുടെയും കഴുകന്റെയും വകയാണോ? ഈ ദേഹം ജീവൻ പോയാൽ കഴുകനും പട്ടിക്കും ആഹാരമായി തീരും. അപ്പൊ അവരുടെ വകയാണോ? അഥവാ അവനവന്റെ സുഹൃത്തുക്കളുടെയോ വകയാണോ? എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല. കാരണം ഒരാൾ മരിച്ചു കിടന്നാൽ നമ്മുടെ അടുത്ത ബന്ധു വിളിച്ചു കരയുന്നത് എന്താ? എന്നെ ഇനി ആര് നോക്കുന്ന, എനിക്ക് ഇനി ആരുണ്ടെന്നാ പറയാ. അല്ലാതെ ഈ പോയ വ്യക്തികളുടെ സങ്കടം അല്ല പറയണത്. എനിക്കിനി ആരുണ്ട്, എന്നെ ഇനി ആര് നോക്കും എന്ന് പറഞ്ഞിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ അവിടെ യാന്ത്രികമായിട്ട് സ്വാർത്ഥതയല്ലേ പ്രകടമാകുന്നത്. അപ്പൊ ഈ ദേഹത്തോടുള്ള ബന്ധം അത്രയ്ക്കേ ഉള്ളൂ. എല്ലാവർക്കും ബന്ധുക്കളായാലും രക്തബന്ധമുള്ളവരായാലും രക്തബന്ധം ഇല്ലെങ്കിൽ സുഹൃത്ബന്ധമായാലും ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് സ്വയം യുക്തി വിചാരം ചെയ്ത് മനസ്സിലാക്കാം. എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല. അമേധ്യവും അത്യന്ത തുച്ഛവുമായിരിക്കുന്ന ദേഹത്തിലാണല്ലോ മനുഷ്യൻ സംഘബന്ധനായി തീരുന്നത്. ആശ്ചര്യം! ഇത് മംഗളം നിറഞ്ഞതാണ്. നല്ല മൂക്കം, നല്ല ചിരി, നല്ല മുഖം എന്നിങ്ങനെ പുകഴ്ത്തി കൊണ്ടല്ലേ സ്ത്രീദേഹവുമായിട്ട് ബന്ധപ്പെടുന്നത്. തൊലി, മാംസം, രക്തം, നാഡി, ഞരമ്പുകൾ, കൊഴുപ്പ്, മജ്ജ എല്ല് എന്നിവയുടെ കൂട്ടിക്കലപ്പല്ലേ ഈ ദേഹം. മലമൂത്ര വിസർജനങ്ങളെ കൊണ്ട് അഥവാ മാലിന്യകൂമ്പാരമായിരിക്കുന്ന ഈ ദേഹത്തെ കട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ പിണ്ടത്തിൽ രമിക്കുന്നവർക്കും കൃമികൾക്കും തമ്മിൽ എന്താണ് അന്തരം? എന്തായാലും ശ്രീദേഹം
ശ്രീലമ്പടന്മാരുമായി ജീവിത സാഹചര്യം കൊതിക്കുന്ന ആരും ബന്ധപ്പെടരുത്. വിഷയേന്ദ്രിയ സംയോഗം എന്ന് മാത്രമാണ് മനസ്സിനെ ശോഭിക്കുന്നത്. കാണപ്പെടാത്തതോ കേൾക്കപ്പെടാത്തതോ ആയ കാര്യത്തിൽ മനസ്സ് ഉറപ്പിക്കാറില്ലേ? ഇല്ലല്ലോ. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ ചേർത്ത് വയ്ക്കുന്നില്ലെന്ന് വന്നാൽ മനസ്സ് നിശ്ചലമായി അടങ്ങിക്കൊള്ളും. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ സ്ത്രീ ശരീരമായോ നാരീ രഥന്മാരുമായോ സംഘം പുലർത്തരുത്. ഈ ഇന്ദ്രിയങ്ങൾ വിദ്വാൻമാരെ പോലും ചതിക്കും. എന്നെ പോലുള്ളവരെ ചതിക്കുമെന്ന് തീർച്ചയല്ലേ എന്ന് സ്വയം ചക്രവർത്തി യുക്തി വിചാരം ചെയ്ത് ആ ഒരു വിഷയത്തിൽ സ്ത്രീ വിഷയത്തിൽ വിരക്തി ഉണ്ടാക്കിയെന്ന് വേണം ചിന്തിക്കാൻ. അപ്പോൾ ഭഗവാൻ തുടർന്ന് ഉദ്ധവരോട് പറഞ്ഞു, ആ ചക്രവർത്തി ഇങ്ങനെ ജ്ഞാനം ചെയ്ത ഉർവശി ലോകം കൈവെടിഞ്ഞു, ആത്മജ്ഞാനം ഉറപ്പിച്ചു, മോഹം ഉപേക്ഷിച്ചു, ആത്മാവിൽ അഖണ്ഡബോധരൂപമായിരിക്കുന്ന എന്നെ തന്നെ കണ്ടെത്തി ആനന്ദിച്ചു. അതുകൊണ്ട് സത്യം അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ദുസ്സംസർഗം ഉപേക്ഷിച്ച് സത്സംഗത്തിൽ ഏർപ്പെടേണ്ടതാണ്. സത്യമറിയുന്ന മഹാത്മാക്കൾ മനസ്സിനെ സത്യത്തോട് അടുപ്പിച്ച് ദുഃഖമോചനം നേടി മുക്തി നേടിയിരുന്നു. ആരാണ് ഈ സജ്ജനങ്ങൾ എന്ന് പറയുന്നത്? ആരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാത്തവരാണ് സജ്ജനങ്ങൾ. അവർ എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് ശാന്തരായും സമദശീലായും കഴിഞ്ഞുകൊടുക്കും. അവർക്ക് ഒന്നിനോടും എൻ്റേതെന്ന മമതാഭാവം ഒരിടത്തും ഞാൻ എന്ന അഹംഭാവവും ഉണ്ടാവുകയില്ല. അവർ ആരെ എവിടെ കണ്ടുമുട്ടിയാലും സദാ ഈശ്വര കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്നവരായിരിക്കും. പരസ്പരം ബോധിപ്പിച്ചും കീർത്തിച്ചും കഴിയുന്നവരായിരിക്കും. സതതം കീർത്തയൻ തോമാം യഥന്തശ്ച ദൃഢാവൃതാഹ എന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാനെ കീർത്തിച്ചും പരസ്പരം ബോധിപ്പിച്ചും ആ ബോധതലത്തിൽ സന്തോഷിച്ചു നിൽക്കുന്നവരായിരിക്കും സജ്ജനങ്ങൾ എന്ന് പറയുന്നത്. അത് ജനമനസ്സിനെ സത്യത്തോട് അടുപ്പിച്ച് ഭാവമോചനത്തിന് വഴി തെളിക്കുകയും ചെയ്യും. ഈശ്വര കാര്യങ്ങൾ ആദരവോടെ കേൾക്കുന്നതും ആത്മാവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നവരുമാണ്. അവർക്ക് എന്നിൽ ശ്രദ്ധയും ഭക്തിയും വന്നു ചേർന്ന് എന്നിൽ ഗാഠമായ ഭക്തി സാധ്യമായാൽ പിന്നെ അവർക്ക് മറ്റെന്താണ് നേടാനുള്ളത്? അനന്ത ഗുണങ്ങളുള്ള അഖണ്ഡ ബോധ ബ്രഹ്മമാണ് ഞാൻ. ശുദ്ധമായ ആനന്ദ അനുഭവത്തിന്റെ സ്വരൂപം. അഗ്നിയെ വേണ്ട പോലെ സമീപിക്കുന്നവർക്ക് തണുപ്പും ഭയവും ഇരുട്ടും മാറികിടക്കും. സജ്ജനങ്ങളെ വേണ്ട പോലെ സമീപിക്കുന്നവർക്ക് അതേപോലെ എല്ലാ ജീവിത ഭയങ്ങളും മാറി മാറി കിട്ടുന്നു. ഘോരമായ സംസ്കാര സമുദ്രത്തിൽ പൊങ്ങി കഴിയുന്നവർക്ക് ആത്യന്തികമായ ആശ്രയം ഒന്നേ ഉള്ളൂ, ശാന്തന്മാരും ബ്രഹ്മചാരികളുമായ സത്തുക്കൾ മാത്രം. സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങുന്നവർക്ക് ഉറപ്പുള്ള കപ്പൽ എന്ന പോലെ അന്നമാണ് പ്രാണികൾക്ക് പ്രാണനായുള്ളത്. എന്നാൽ ആർത്തന്മാർക്ക് ബോധരൂപനായിരിക്കുന്ന ആത്മാവാണ് ഒരേ ഒരു ഗതി. മരണാനന്തരം പെട്ടുഴലുന്നവർക്ക് മരണാനന്തരം എന്ന് പരലോകത്ത് ധർമ്മം ആണ് ഗതി. എന്നാൽ സംസാര ശബ്ദത്തിൽ പെട്ടുഴലുന്നവർക്ക് സത്യദർശികളായിരിക്കുന്ന സജ്ജനങ്ങൾ മാത്രമാണ് ഗതി. സജ്ജനങ്ങളെല്ലാം വേണ്ട പോലെ കാണാനുള്ള കണ്ണുകൾ തരുന്നു. സൂര്യനാകട്ടെ പുറം കാണാനുള്ള കണ്ണ് മാത്രമേ തരുന്നുള്ളൂ. ദേവതമാരും ബന്ധുക്കളും ഒക്കെ സജ്ജനങ്ങൾ തന്നെയാണ്. എല്ലാവരിലും ആത്മാവായി വർദ്ധിക്കുന്ന ഞാൻ തന്നെയാണ് സജ്ജനം. പുരോരവസ്ഥ ഇങ്ങനെ ഉർവശി നിസ്പൃഹനായി ആത്മാരാമനായി രാജ്യഭാരം തുടർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരമ രഹസ്യമായിരിക്കുന്ന അഖിലഗീത 26-ാമത്തെ അധ്യായത്തിലൂടെ ഭഗവാൻ പറഞ്ഞു തരുന്നത് എന്നർത്ഥം. 27-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ ക്രിയായോഗമാണ് വിശദീകരിക്കുന്നത്. ആ ക്രിയായോഗം എന്താണെന്ന് ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ക്രിയായോഗം എന്ന് പറയുന്നത് നിത്യ നൈമിത്യ കർമ്മങ്ങൾ ഭഗവാൻ ചെയ്തിരുന്നത് എന്തൊക്കെയാണ്. വെറുതെ നമ്മളോട് ഉപദേശം നൽകുക മാത്രമല്ല, ഭഗവാൻ ഒരു മനുഷ്യൻ എങ്ങനെയാണ് നിത്യനൈമിത്യ കർമ്മങ്ങൾ പാലിച്ചുകൊണ്ട് ഈ പറയുന്ന ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ പറ്റുന്നത് എന്ന് ഭഗവാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഭഗവാനെ മാതൃകാ പുരുഷോത്തമനായിട്ട് പറയാറുള്ളത്. അതുകൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉദ്ധവൻ ഭഗവാനോട് വീണ്ടും ചോദിച്ചു, ഭഗവാൻ, അങ്ങയുടെ ആരാധനാരൂപമായിരിക്കുന്ന ഈ ക്രിയായോഗം എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരിക. ഭക്തന്മാർ അങ്ങയെ എപ്രകാരമാണ് അർച്ചിക്കുന്നതെന്ന് അതോടെ മനസ്സിലാക്കാമല്ലോ. ഭഗവത് അർച്ചനമാണ് മോക്ഷകാരണമെന്ന് വ്യാസനും നാരദനും ആചാര്യ ബൃഹസ്പതിയും വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അങ്ങയുടെ അരുളപ്പാട് കേട്ട ശേഷം ഭഗവാൻ വിധാതാവും പരമാത്മമാകും പുത്രന്മാരായിരിക്കുന്ന ഭൃഗുവിനും ഇക്കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ഭഗവാൻ ശിവൻ അർദ്ധാംഗനിയായിരിക്കുന്ന ദേവിക്ക് ഇത് തന്നെ ഉപദേശിച്ചിട്ടുണ്ട്. ഈ രുദ്രന്മാരുൾപ്പെടെയുള്ള എല്ലാ വർഗത്തിൽപ്പെട്ടവർക്കും ഭഗവത് അർച്ചനം തന്നെയാണ് മോക്ഷകാരണം. അല്ലയോ വിശ്വേശ്വര, കർമ്മബന്ധം വിട്ടുകിട്ടാനായിട്ട് ഈ ഭക്തി ക്രിയായോഗമായിട്ട് എനിക്ക് ഉപദേശിച്ചു തരാൻ അർജുനനോ ഉദ്ധവര് ഭഗവാനോട് ആവശ്യപ്പെട്ടു. ആ ഉപദേശം എന്താണെന്ന് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തേ ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.